Hi all, welcome back to another episode of Foodmates Chronicles of Food. It's me, Jinu, with Mr. Arun. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാ ദിവസവും പൊതുവെ എല്ലാവരും എല്ലാ ദിവസത്തിൽ 3-4 നേരം വരെ കുടിക്കുന്ന ഒരു സാധനത്തെ പറ്റിയിട്ടാണ്, ചായ. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഞാൻ ക്ഷണിക്കുകയാണ്. സോ പ്ലീസ് അരുൺ, ടേക്ക് ഓവർ. ഐ എം ഹാൻഡിങ് ഇറ്റ് ഓവർ ടു യു. ഹായ് ജുനു, നമ്മള് തുടങ്ങിയത് തന്നെ ഒരു ചായയുടെ ഒരു കസിനെ വെച്ചിട്ടാണ് അല്ലെ, സുലൈമാനി ഡിസ്റ്റന്റ് കസിൻ ഓർ റിലേറ്റീവ് ഓർ ലുക്ക് ലൈക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ അത് വെച്ചിട്ടാണ് തുടങ്ങിയത്. ചായ എല്ലാവരും നമ്മള് ഒരു ഉന്മേഷത്തിന് നമുക്കൊന്ന് ചായ കുടിച്ചു വരാം, ഒരു ചായ കുടിക്കുന്ന ഒരു ചായ പൈസ തന്നൂടെ. ഈ ചായ എന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഉന്മേഷമാണോ ചായന്റെ ഒരു കീ വേർഡ് തന്നെ? അതൊരു റിലാക്സേഷന്റെ സംഗതിയാണ്. ഇതിലെല്ലാത്തിലും കഫീൻ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. ചായയിലും കഫീൻ ഉണ്ട്. അതെ, കമ്പാരിറ്റീവ്ലി ലെസർ ദാൻ കോഫി. ഓക്കെ. പക്ഷെ ചായ എന്നുള്ളത് ഒരു എന്താണ് പറയുക, വളരെ അക്സെപ്റ്റഡ് ഡ്രിങ്ക് ആണ്. അത് നമ്മുടെ നാട്ടിൽ സ്വതവേ നമ്മൾ ചായക്കാണ് കൂടുതൽ പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം ഒന്ന് കടക്കാൻ നോക്കുന്നത്. അത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രം, എല്ലാവരും കേട്ടിട്ടുള്ളത്. എന്നാലും ഞാൻ ക്യൂരിയസ് ആണ് ഈ ചായന്റെ ചരിത്രത്തെ പറ്റി. കാരണം ഇതെങ്ങനെ വന്നു സെൻസ് ഇതൊരു ഡ്രിങ്ക് ആണെന്ന്, അല്ലെങ്കിൽ ഇതൊരു ഡെയിലി കഴിക്കുന്ന ഒരു സാധനമാണ്, കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എങ്ങനെ വന്നു? ആദ്യമായിട്ട് ചായ കുടിച്ച ആൾ ആരാണ്? ഇപ്പൊ പല കാര്യങ്ങളും, അതായത് ഫോർ എക്സാമ്പിൾ എക്സ്റേ അബദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കിൽ കണ്ടുപിടിച്ച ഒരു സാധനമാണെന്ന് പറയപ്പെടുന്നത്. വേറെന്തോ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ വന്നൊരു സാധനമാണിത്. ഇനി അങ്ങനെയാണോ ഈ ചായ വന്നത്, അല്ലെങ്കിൽ ഒരാളൊരു പാനീയം കണ്ടെത്തണം എന്ന് പറഞ്ഞ് തെരഞ്ഞിറങ്ങിയതാണോ? സോ പ്ലീസ് ത്രോ സം ലൈറ്റ് ഓൺ ദാറ്റ്. ഷുവർ. ഈ ചായ വന്നത് വളരെ ആക്സിഡന്റൽ ആയിട്ടാണ്. ആദ്യം ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറയട്ടെ. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് തോന്നാവുന്ന ഒരു സംഗതി, 1950-കൾ വരെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പൊതുവെ ചായ അത്ര ഒരു പ്രിയപ്പെട്ടതോ വളരെ പോപ്പുലറായോ ഒരു പാനീയമായിരുന്നില്ല എന്നാണ്. 50-കൾ വരെ. 50-കൾ, which is just like 70 years back, like 70 odd years back. Yeah, exactly. That is just over after the independence period. അതുവരെ ഇത് ചായ ഇന്ത്യയിലേക്ക് വന്നത് അതിന്റെയൊക്കെ വളരെ വളരെ കാലങ്ങൾക്ക് മുമ്പാണെങ്കിൽ, അതായത് താങ്കൾ പറഞ്ഞ ബ്രിട്ടീഷുകാർ ആ സമയത്താണ് അത് പോപ്പുലറൈസ് ആവുന്നത്. അതിലേക്ക് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് സ്റ്റോറിയിലേക്ക് വരാം. പക്ഷെ ഞാൻ ഇതൊരു ഭയങ്കര ആരും നമ്മൾ ചിന്തിക്കാത്തൊരു ആസ്പെക്ട് ആണത്. പോപ്പുലാരിറ്റിയാണ് ഞാൻ പറയുന്നത്, കുടിച്ചിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ മുക്കിന് കാണുന്നത് പോലത്തെ ചായക്കടകളോ അല്ലെങ്കിൽ ടീ പാർട്ടികളോ എന്നുള്ള സംഗതികളോ, അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോട്ടെ ഒന്ന് ഇടയ്ക്കൊരു 4 മണിക്ക് ചായ 10 മണിക്ക് ചായ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഇത് തുടങ്ങിയത് എല്ലാവർക്കും സ്വതവേ അറിയാവുന്ന ഒരു ചരിത്രമാണ്. ചൈനയിൽ നിന്നാണ് ചായ വന്നിരിക്കുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളുകൾ മുതൽക്ക് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു കഥയാണ്. ചൈനയിൽ നിന്നാണ് ചായ വന്നത് എന്നുള്ളത്. നമ്മൾ ഒറിജിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, ചൈന അല്ലെ? ഒറിജിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതൊരു ആക്സിഡന്റൽ ആയിട്ടുള്ളൊരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടി ആരും ഇറങ്ങി തിരിച്ചല്ല, എല്ലാം ആക്സിഡന്റൽ ആയിട്ട് വന്നുള്ളത്. മേ ബി ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പോയത് കണ്ടുപിടിക്കാതിരിക്കുകയും കണ്ടുപിടിക്കേണ്ടാത്തത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുള്ള അവസ്ഥയായിരിക്കാം. പക്ഷെ ഇത് ഒരു ചൈനയിലൊരു രാജാവ് ഷെൻ നുവേ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ, ഷെൻ നുങ് എന്നോ അതിനെപ്പറ്റിയാണ് അദ്ദേഹത്തിന്റെ പേര്. പല പ്രൊണൗൺസിയേഷൻസിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു നായാട്ടിനായിട്ട് പോവുകയും ഇദ്ദേഹത്തിന്റെ പരിചാരകൻ വെള്ളം തിളപ്പിക്കുന്നതിലേക്ക് ഒരു ഇല വന്ന് വീഴുകയും ആ വെള്ളം ഇദ്ദേഹം കുടിച്ചപ്പോൾ ഉന്മേഷവാനായി തോന്നി. അത് പിന്നെ കൂടുതൽ ചായയിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഒരു പരിണാമം സംഭവിച്ചതാണോ പറയപ്പെടുന്നത്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇതല്ലാതെ വേറൊരു സ്റ്റോറിയും കൂടി ഉണ്ട്. ഇതിനെ എന്താ പറയാ, ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു സ്റ്റോറി ഉണ്ട്. ഇദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജാവിന്റെ, ഈ ഷെൻ നുങ് എന്ന് പറയുന്ന രാജാവിനെ വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതെന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് അസുഖം പിടിച്ചിരുന്ന സമയത്ത്, ശരീരമാകെ നീലിച്ച സമയത്ത് ആക്സിഡന്റലി ഒരു ഇല വന്ന് ഇദ്ദേഹത്തിന്റെ വായിൽ വീഴുകയും അദ്ദേഹം അത് കഴിക്കാനോ ചവച്ചരയ്ക്കാനോ ഇടവരികയും അത് കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അസുഖത്തിന് ചെറിയ മാറ്റം സംഭവിക്കുകയും അങ്ങനെയാണ് ചായ വന്നത് എന്നുള്ളത് കുറച്ചിലും കൂടി ഉണ്ട്. ഇതിൽ ഏതാ ചരിത്രം, ഏതാണ് സത്യം, ഏതാണ് മിത്ത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്താണെങ്കിലും ഈ ഷെന്നുങ് എന്ന് പറഞ്ഞ ആള് ഈ ചായയിൽ ഉണ്ട്. ഈ ഒരു പേരുണ്ട്. അപ്പൊ ഒരു ഫാദർ ഓഫ് ചായ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഷെന്നുങ്ങിനെ തന്നെ പറയാം.
നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ എല്ലാ കഥകളിലും ഷെന്നും ഒരു മെയിൻ ക്യാരക്ടർ ആണല്ലോ. എല്ലാത്തിനും ഒരു പിതൃത്വം കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായി മാറാം. അപ്പോ നമുക്ക് ഇദ്ദേഹത്തിന്റെ ത്രൂ ആണ് കണ്ടുപിടിച്ചത് എന്നുള്ളതിൽ നമുക്ക് നിർത്താം. അദ്ദേഹത്തിന്റെ അനുവാദം ഇല്ലാതെ ഒരു സംഗതിയിൽ അദ്ദേഹത്തിന്റെ പിതൃത്വം നമ്മൾ ആവശ്യമില്ല. അത് നമുക്ക് അങ്ങനെ നിർത്താം. ഇപ്പൊ ഈ ഒരു ചായയുടെ ചെടിക്ക് ഇതിനൊരു സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് കെമീലിയ സെനസിസ് മറ്റു പറയുന്നതാണ് ഒരു സയന്റിഫിക് നെയിം. ഇന്ത്യയിൽ പല ഭാഗത്തായിട്ടും ഈ സൗത്ത് ഏഷ്യ ഏരിയകളിൽ പല ഭാഗത്തുമായിട്ട് ഇത് വളർന്നിരുന്നു. എത്ര ഇത് 3000 BC മുതൽക്കേ ചില ട്രൈബ്സ് ഇതൊരു ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ 3000 BC എന്ന് പറയുമ്പോൾ നമ്മൾ ഷെൻനുങ്ങിന് മുമ്പാണത്, ഒരു മില്ലേനിയോളം മുമ്പ്. ഷെൻനുങ്ങിന്റെ സമയം വരുന്നത് 2200s 2300s ആ പീരീഡിലാണ്. ഇത് 2700s ആ പീരീഡിലാണ്. പക്ഷെ ഈ ട്രൈബ്സ് 3000 BCക്ക് മുമ്പായിട്ടുള്ള ചില സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ള ചില കണ്ടുപിടുത്തങ്ങളും ഉണ്ട്. ഇതിന് ആധികാരികമായിട്ട് അത് എത്രത്തോളം വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഹിസ്റ്റോറിയൻസും ആർക്കിയോളജിസ്റ്റിനും അതിന് തക്കതായ തെളിവുകൾ കിട്ടിയതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഈ ഒരു പ്രത്യേക ഹേർബ് വളർന്നിരുന്നു. ടു സം എക്സ്റ്റെന്റ് ദാറ്റ് നമ്മൾ രാമായണത്തിൽ പറയുന്ന ഈ ഒരു മൃതസഞ്ജീവനി എന്നല്ല, സഞ്ജീവനി എന്ന് പറയുന്ന ഒരു ഹേർബ് ആയിട്ട് പോലും ചില റെഫറൻസസ് ചായക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സഞ്ജീവനി റെഫറൻസസ്. ചായയെ സഞ്ജീവനി എന്ന് ചില സ്ഥലങ്ങളിലെങ്കിലും പഴയ തമിഴ് ലിറ്ററേച്ചറിലെങ്കിലും മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇതിനൊന്നും നമുക്ക് എക്സ്ട്രീം സബ്സ്റ്റാൻഷിയേഷൻ ഇതിനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ആധികാരികത ഇതിനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ പല സ്റ്റഡീസ് ഇതിന് കൂടെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ താൽക്കാലത്തേക്ക് പിതൃത്വം ഇല്ലെങ്കിലും ഇതിന്റെ ഒരു അവകാശം നമുക്ക് ഈ പറയുന്ന ചൈനീസ് എംപറർ കൊടുത്തേ പറ്റൂ, നമ്മൾ കൊടുക്കാം. ഇനിയെങ്കിലും ഷെന്നുങ്ങിന്റെ പേരിൽ ഒരു ചായക്കടയിൽ എവിടെയും കാണാൻ പറ്റുന്ന ഇത് സൗത്ത് വെസ്റ്റേൺ ചൈനയിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയായിട്ട് പ്രോക്സിമിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ കണ്ടിട്ടുള്ളത്, സൗത്ത് വെസ്റ്റേൺ ചൈനയിൽ. ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ രാജാവിന്റെ ഇത് വായിൽ വന്ന് വീഴുകയും അദ്ദേഹം കാര്യമായി സുഖമില്ലാതെ കിടക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ചവച്ച് കഴിക്കുകയും ഒരു ബെറ്റർ ഫീൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളത്. അപ്പൊ ഈ ചായക്ക് മെഡിസിനലായിട്ടുള്ള അങ്ങനെ ഒരു സൈഡ് ഉണ്ടോ? അതെ, ഒരു 8th century സമയങ്ങളിലൊക്കെയുള്ള വെച്ചാൽ AD 8th century ചായ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ് പിന്നെ അതിന്റെ ഒരു മേ ബി ഒരു 2000 സെക്കൻഡ് മില്ലേനിയനാണ് അത് കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2000 yearsോളം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 8th century ADയിൽ കാണുന്ന ചില ചൈനീസ് ടെക്സ്റ്റുകൾ, മെഡിസിൻ ബേസിൽ മെഡിക്കൽ ടെക്സ്റ്റുകളിൽ ചായയെ ഒരു മെഡിസിനൽ ഡ്രിങ്ക് ആയിട്ട് റെഫർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ചായ അന്ന് മെഡിസിനൽ പെർപ്പസസിനായിരിക്കാം. പല ഡ്രിങ്കുകളും ഒറിജിനേറ്റ് ചെയ്തത്, അതിലേക്കൊക്കെ നമുക്ക് കൂടുതൽ വരേണ്ടതുണ്ട്. പല ഡ്രിങ്കുകളും ഒറിജിനേറ്റ് ചെയ്തത് മെഡിസിനൽ, ചില നമ്മുടെ റിക്രിയേഷണൽ ഡ്രിങ്കുകൾ വരെ, കോള വരെ വന്നത് ഒരു മെഡിസിനൽ ഡ്രിങ്ക് ആയിട്ടാണെന്ന് പറയപ്പെടുന്നു. അതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് വരാം. അതെ, ഫോർ എക്സാമ്പിൾ ഡ്രിങ്ക് അല്ലെങ്കിലും സിഗരറ്റ് വരെ മെഡിസിനിലാന്ന് പറഞ്ഞിട്ടാണ് പണ്ട് ഇവർ ഇറക്കിയിരുന്നത്. അതെ, അതൊരു വല്ലാത്തൊരു സംഗതിയാണ്. അതൊക്കെ മേ ബി അതൊരു അഡ്വർടൈസ്മെന്റോ ഒരു മാർക്കറ്റിംഗ് ടെക്നിക് ആയിരുന്നിരിക്കാം. അതെ, അന്ന് ഇത്തരം നിയമപരമായ റെസ്ട്രിക്ഷനുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് എത്രത്തോളം ശരീരത്തിന് ഹാനികരമാണെന്നുള്ളത് പിൽക്കാലത്തുള്ള ശാസ്ത്രീയ കണ്ടെത്തലുകൾ നമ്മൾ മനസ്സിലാക്കി. അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണെന്നുള്ളത് പിന്നീട് മനസ്സിലാക്കി. പക്ഷെ ചായ എന്നാൽ തന്നെ അങ്ങനെയല്ല. ചായ എന്നാലും പല സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മൾ ഡീടോക്സിങ് അതിനു വേണ്ടി നമ്മൾ ചായ ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഒരു പല നമ്മൾ വളരെ വ്യക്തമായിട്ട് അത് പറയാത്തത് അതിന്റെ ഒരു കൂടുതൽ റിസർച്ചിന്റെ അഗൈൻ ഒരു സബ്സ്റ്റാൻഷിയേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ പല രോഗങ്ങൾക്കും രോഗം വരാതിരിക്കാനുള്ള ഒരു പ്രിവെന്റീവ് ആയിട്ടും കൂടെ ചായ കൺസിഡർ ചെയ്യുന്ന ചില സ്റ്റഡീസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആധികാരികമായിട്ട് നമുക്കൊരു സാധനം പ്രൂവൺ അല്ല. ഇതൊക്കെ പാരലൽ മെഡിസിന്റെ ഒരു സംഗതി ആയതിന്റെ പേരിൽ ഇതൊന്നും പ്രൂവൺ അല്ല, ഓർ അറ്റ്ലീസ്റ്റ് അത് നമ്മൾ ഒരു മെഡിക്കൽ ജേർണലിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നില്ല.
പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇൻ എ ടെക്സ്റ്റ് ബുക്ക് വേ. ഓക്കെ, നമുക്കൊരു മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ രോഗത്തിന് എനിക്ക് ചായ കുടിച്ചാൽ മതിയോ ഡോക്ടറെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡോറ് കാണിച്ചിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി. അപ്പോ താനൊരു ചായ കുടിച്ച് വന്നിട്ട് വേണം ഞാൻ മരുന്ന് പറഞ്ഞുതരാം എന്നുള്ള സ്ഥിതിയിലേക്ക് പോകും. അപ്പൊ അതിനൊന്നും നമുക്ക് ആധികാരികമില്ലാത്തതിന്റെ പേരിൽ നമുക്ക് അതും കൂടുതൽ, പക്ഷെ എന്നാലും ഇതൊരു ഓക്സിഡന്റ് ഡിഓക്സിഡന്റ് അങ്ങനെ പല കേസസുമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ ഈ 8th സെഞ്ചുറിയിൽ കാണുന്ന ചില ചൈനീസ് ടെക്സ്റ്റുകളിൽ ഇത് വരികയും ആ സമയങ്ങളിൽ അതിനും കുറച്ച് ശേഷം ഒരു 15ാം 16ാം നൂറ്റാണ്ട് സമയങ്ങളിൽ പോർച്ചുഗീസ്, ഡച്ച് ആൻഡ് അത് പല സ്ഥലത്തും പലതുമായിട്ടാണ്. ചിലർ പറയുന്നത് ഡച്ച് ആണെന്നാണ്, ചിലർ പറയുന്നത് പോർച്ചുഗീസ് ആണെന്നാണ്. മിഷണറീസ്, പ്രീസ്റ്റ്സ്, അതുപോലെ തന്നെ ട്രേഡേഴ്സ് സിൽക്ക് റൂട്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് ചൈനയിൽ എത്തിപ്പെടുകയും ചൈനയിൽ ഈ ടീ എന്ന് പറയുന്ന സംഗതി കണ്ടുപിടിക്കുകയും അത് അവര് ഒരു ഡ്രിങ്ക് ആയിട്ടോ ലിഷർ ഡ്രിങ്ക് ആയിട്ടോ മെഡിസിൻ ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെയാണ് ഇത് യൂറോപ്പിലേക്കൊക്കെ നമ്മുടെ വെസ്റ്റിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ ചായയുടെ ഒരു രുചി കാരണം കൊണ്ടോ അതിന്റെ ഒരു ഉന്മേഷം കൊടുക്കുന്ന ഒരു അവസ്ഥ കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം അന്ന് അവര് അത് കൊണ്ടുപോകുന്നത്. ഈ വെസ്റ്റില് ഇപ്പോഴും ഫെർമെന്റഡ് ടീക്കാണ് കൂടുതൽ ഒരു അംഗീകാരം. ഫെർമെന്റഡ് ബ്ലാക്ക് ടീ. അപ്പൊ ഈ ഫെർമെന്റഡ് ആയ ടീയും അല്ലാത്തതും തമ്മിലൊരു വ്യത്യാസം ചെറുതെന്ന് പറയാം. ഫംഗൈ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇത് ചായ തേയില നമ്മൾ ഉണക്കി അതിലൊരു ചെറിയൊരു ഫംഗൽ കോട്ടിംഗ് ഒക്കെ വന്ന് ചില ഈർപ്പം വന്ന ആ ഈർപ്പം പിന്നെ നമ്മൾ സൺ ഡ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പത്തെയൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ ഡ്രയറിലിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്ന ടീ ലീവ്സ് ആണ് നമുക്ക് ടീ ഡസ്റ്റ്, ടീ ലീവ്സ്, പല സംഗതികളാണ് നമുക്ക് വരുന്നത്. ഈ ഫെർമെന്റേഷൻ നടത്തുന്ന ടീ എന്ന് വെച്ചാൽ ഈ ഫംഗസ് വന്ന് ഫെർമെന്റ് ചെയ്തായ ടീ ഇവർക്ക് വെസ്റ്റേണേഴ്സിന് പ്രിയപ്പെട്ടതാവാൻ ഒരു കാരണം ഇത് പണ്ട് കുമാരനാശാന്റെ ഒരു ചെറിയ കവിതാ ശകലമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇന്നലെ ചെയ്തൊരു അബദ്ധം ഇന്നത്തെ ആചാരമാകാം, അത് നാളത്തെ ശാസ്ത്രവുമാകാം എന്നൊരു പറച്ചിലുണ്ട്. അപ്പൊ അന്ന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്താൻ മാസങ്ങളോ ഈവൻ ചില വർഷങ്ങൾ ഒക്കെ എടുത്തിരുന്നിരിക്കാം അന്നൊക്കെ. കപ്പലിലായിട്ടോ അല്ലെങ്കിൽ ഈ സിൽക്ക് റൂട്ടിലൂടെ കരമാർഗമായിട്ടായിരിക്കും എത്തിയിരിക്കുന്നത്. ഇത് അവിടെ എത്തുന്നതിന്റെ ഇടയിൽ ഇത് ഫെർമെന്റഡ് ആയിട്ട് നാച്ചുറലി ആയി പോകുന്നത്. അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത് പിന്നെ നാളെ വേനൽക്ക് അതുപോലത്തെ ഒരു ഇതാണ് എനിക്ക് ഇഷ്ടം ആയതെന്നുള്ളത്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബിസ്ക്കറ്റ് കഴിക്കുന്നത് കുറച്ച് തണുത്ത ബിസ്ക്കറ്റ് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. കാരണം ചെറുപ്പത്തിൽ ഞാൻ എപ്പോഴും എന്റെ ഈ ബിസ്ക്കറ്റ് പാക്കറ്റ് തുറന്നു വെച്ചെടുക്കുന്ന മറ്റു തണുത്ത ബിസ്ക്കറ്റ് കഴിച്ച് ശീലിച്ചിട്ട് എനിക്കത് ശീലം തണുത്തത് കഴിക്കാനാണ്. ചിലർക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് കഴിക്കാനാണ്. അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ വെച്ച് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് ശീലിച്ചൊരു സംഗതിയുടെ ബാക്കി പത്രം എന്നുള്ള പോലെയാണ് ഇവർക്ക് ഈ ഫെർമെന്റഡ് ടീ ഇഷ്ടം ആവാൻ തുടങ്ങിയത്. അപ്പൊ അതിലേക്ക് വെസ്റ്റേണേഴ്സ് ടീ ഡ്രിങ്കിങ്ങിലേക്ക് ഡച്ചോ പോർച്ചുഗീസോ അത് ഇറ്റ് ഇസ് ഡിബേറ്റബിൾ തിങ്. പക്ഷെ ഈ ടീ ട്രീ ഓർ അതർ ട്രീ shrub, ഇറ്റ് വാസ് ഇൻ ഐദർ ഫോം ഷ്രബ്സ് ആക്കി പിന്നെ അതിന്റെ ഒരു കൾട്ടിവേഷന്റെ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് അത് ഷബ്ബായിട്ട് പിന്നെ രൂപാന്തരപ്പെടുന്നത്. പക്ഷെ ടീ ട്രീ ആയാലും ഇത് ടിബറ്റന്റെ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ, അതുപോലെ സൗത്ത് ചൈന ഏരിയകളിലൊക്കെ, ഈവൻ തായ്വാൻ ആ ഏരിയകളിൽ വരെ ഇതിന്റെ ഷോപ്സ് നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ടീ പണ്ട് മാനുഫാക്ചർ ചെയ്തിരുന്ന ചൈനയിലൊക്കെ മാനുഫാക്ചർ ചെയ്തിരുന്നത് ടീ കേക്ക്സ് ആയിട്ടായിരുന്നു. ടീ കേക്ക്. അപ്പൊ ഈ ഇലയൊക്കെ നമ്മൾ ഉണക്കി അല്ലെങ്കിൽ അത് പറിച്ചെടുത്ത് അത് അതിൻ്റെ ഒരു ഹെർബ് രൂപത്തിലാക്കി അതിനെ ഈ കട്ട പോലെ, ഇപ്പൊ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഈ കുരുമുളക് കാപ്പി കട്ടയായിട്ട് കിട്ടും അല്ലെ, നമ്മൾ വെള്ളത്തിലെടുത്ത് അടച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് കാപ്പിയായി. ഓഫ് ദ ടോപ്പിക്, നീ പണ്ട് നിന്റെ നാട്ടിലൊരാൾ ഊട്ടി പോയിട്ട് എണ്ണ വാങ്ങിക്കൊടുന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അവിടെ കാരണം ഊട്ടിയിൽ തണുപ്പത്ത് എണ്ണ കട്ട് ചെയ്തിട്ടാണ് കിട്ടിയിരുന്നത്. അതുപോലെ റിയലി ക്യൂരിയസ് അബൌട്ട് ഇമ്പോർട്ടന്റ്. ബാഗിൽ വെച്ച് ഇവിടെ കൊണ്ടുവന്ന എണ്ണ അതുപോലത്തെ ഒരു സംഗതി അത് കേക്ക്സ് ആയിട്ടായിരുന്നു. അപ്പൊ ഈ കേക്ക് എന്ന് പറയുന്ന രീതി നമ്മൾ വളരെ പ്രാക്ടീസ് ചെയ്തു. ഇതിന്റെ ഇടയിൽ വന്ന ഒരു ചൈനീസ് രാജാവ്, അത് ആരാണ് എന്താണെന്നുള്ളതിനൊക്കെ ഒരുപാട് ഡിബേറ്റബിൾ പേരുകൾ നമുക്ക് അത് കാരണം കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഈ ടീ കേക്ക്സ് ഡസ്റ്റ് ആയിട്ട് പിന്നെ ട്രേഡ് ചെയ്താൽ മതി എന്നുള്ളൊരു നിയമം കൊടുക്കണ്ട, അത് ഡസ്റ്റ് ആയിട്ട് ഡസ്റ്റ് ഫോമില്
കൊടുത്താൽ മതി. അല്ലെങ്കിൽ ടീ പൗഡർ എന്നുള്ള രൂപത്തിൽ നമ്മൾ ടീ ഡസ്റ്റ് എന്നാണ് സ്വതവേ നമ്മൾ അതിനെ പറയാം. പൗഡർ അങ്ങനെ ആവാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അദ്ദേഹത്തിന്റെ ആ ഒരു ട്രാൻസ്പോർട്ടിന്റെ അത് സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ള കൂടുതൽ സൗകര്യം കൊണ്ടാണ്. ഇത് കൂടുതലും ടീ ഇറ്റ് വാസ് എ കമോഡിറ്റി ഓഫ് കോഴ്സ്, ആൻഡ് ഇറ്റ് വാസ് എ പ്രൈസ്ഡ് കമോഡിറ്റി അന്നൊക്കെ. എന്ന് വെച്ചാല് നമ്മൾ ആർക്കെങ്കിലൊക്കെ ഇപ്പൊ ഒരു ഗൃഹപ്രവേശം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കൊണ്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്, കല്യാണത്തിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടായിരുന്നു ചായ. സംതിങ് സ്പെഷ്യൽ. അതെ, സംതിങ്. എനിക്ക് ഓർമ്മയുണ്ട് പണ്ടത്തെ കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ, ഇപ്പൊ എന്റെയൊക്കെ തന്നെ വീടുകളിലൊക്കെ പണ്ട് കുടുംബ വീടുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ ചായ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ ഈ ചായപ്പൊടി, നമ്മൾ ഈ ബേക്കറി സാധനങ്ങളൊക്കെ വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് വല്ല കേക്കോ സ്വീറ്റ്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ കൊടുക്കുന്ന ഒരു സംഗതിയായിട്ട് ഈ തേയില കൊടുക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 2 പ്രയോഗങ്ങൾ ചായക്ക് വേണ്ടി പറഞ്ഞു അല്ലെ. ചായ എന്നും പറഞ്ഞു, തേയില. തേ എന്ന് പറയുന്നതും ച എന്ന് പറയുന്ന 2 വാക്കുകളാണ് ചായക്ക് ഉപയോഗിക്കുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. we'll get into that later. ഇപ്പൊ പല ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് ആണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടില്ലെന്ന് ആരും പറഞ്ഞിട്ടുണ്ട്. അതായത് ജോഗ്രഫിക്കൽ റീസൺസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റീസൺസോ റിലീജിയസ് റീസൺസോ. ഈ ചായക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? എസ്പെഷ്യലി റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? കാരണം നേരത്തെ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സഞ്ജീവിനിയുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ചായക്ക് അങ്ങനെ ഒരു റിലീജിയസ് ഇതുണ്ടോ, ഒരു ബാക്കിംഗ് ഉണ്ടോ? ഈ സഞ്ജീവിനി എന്നുള്ളൊരു പേര് ചില സ്ഥലങ്ങളിലൊക്കെ റെഫറൻസ് ആയിട്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറ്റ് ഇസ് നെവർ ബീൻ റെക്കോർഡഡ് ആസ് എ പ്രോപ്പർ, ഓർ ഇറ്റ് ഇസ് നെവർ ബീൻ ക്രോണിക്കിൾഡ്. Nor in any religious text as such. പക്ഷേ ചായക്ക് ഒരു റിലീജിയസ് കണക്ഷൻ കൂടിയുണ്ട്. ജാപ്പനീസ് ട്രാവലേഴ്സ് പണ്ട് ചൈനയിലേക്ക് പോയി അവിടെ നിന്നാണ് ഈ ജപ്പാനിലേക്ക് ചായ വരുന്നത്. ജാപ്പനീസ് ആർ ദ പീപ്പിൾ, അവരാണ് ഗ്രീൻ ടീ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഗ്രീൻ ടീയുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ ജപ്പാനിലാണ് അവർ തുടങ്ങിയതും ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചായ ഇപ്പോഴും ചൈനയിൽ തന്നെയല്ലേ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ആൾക്കാരാണോ? ചായ അല്ല, ഇറ്റ് ഈസ് എ വേൾഡ് റൗണ്ട് ഡ്രിങ്ക്. അല്ല, ചൈനയിലും അവിടുത്തെ പോപ്പുലേഷൻ കാരണം കൊണ്ടും ഇന്ത്യയിലെ പോപ്പുലേഷൻ കാരണം കൊണ്ടും ഒക്കെ ഇതൊരു ഡിബേറ്റബിൾ അതാണ് വോളിയം കൊണ്ടാണ്. അതെ, വോളിയം കൊണ്ടാണ് നമ്മൾ അളക്കുന്നത്. ബാക്ക് ടു ജപ്പാൻ. അപ്പൊ ജപ്പാനിലേക്കുള്ള ഈ റിലീജിയസ് ആളുകൾ ചൈനയിൽ പോയപ്പോഴാണ് ഈ ചായ കൊണ്ടുവരുന്നത്. ഈ റിലീജിയസ് ആളുകൾ കുടിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറി ഈ ചായ എന്ന് പറയുന്നത്. പക്ഷെ പവിത്രമായി ഈ പ്രാർത്ഥനാ സമയങ്ങളിൽ കുടിക്കുന്ന പാനീയമായിട്ട് ചായ മാറി. പ്രാർത്ഥനാ സേവനം അത് എന്തെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണോ അതോ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ നാച്ചുറലി? ഇറ്റ് വാസ് ആൻ ആക്സിഡന്റൽ കോഇൻസിഡൻസ് എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. ഈ റിലീജിയസ് ആളുകൾ ബുദ്ധമതത്തിന്, കൺഫ്യൂഷ്യസും പല സെൻ എന്ന് പറയുന്ന പല റിലിജൻസിന്റെയും പ്രൊപ്പഗേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പല രീതികളിൽ അവർ ട്രാവൽ ചെയ്ത സമയത്ത് ഇത് അവരുടെ ഒരു ശീലത്തിന്റെ ഭാഗമായി അത് പിന്നെ അതൊരു നേരത്തെ നമ്മൾ കുമാരനാശാനെ എവിടെയും നമുക്ക് കോട്ട് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചായയും ഇവരുടെ ഒരു റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് മാറി. അങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്റ്റ് റിലീജിയസ് കണക്ഷൻ ചായക്ക് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ചായക്ക് ഒരു ദിവ്യത്വം ലഭിച്ചത് ജപ്പാനിലാണ്. ചായക്ക് ദിവ്യത്വം അവർ കൽപ്പിച്ചു കൊടുത്തു എന്ന് അറിഞ്ഞൂടാ, പക്ഷെ ദിവ്യന്മാരുടെ പാനീയമായിട്ട് സ്വാഭാവികമായി ഒരു റിഫ്ലക്റ്റഡ് ഗ്ലോറി വന്നല്ലോ. ദിവ്യന്റെ പാനീയം ദിവ്യമായ പാനീയം. ഇത് ജിയോവാനി എന്ന് പറയുന്ന ഒരു ട്രാവലറാണ് ഇറ്റലിയിലേക്കൊക്കെ വളരെ പോപ്പുലറൈസ് ചെയ്തത്. കണ്ടമാനം സാധനങ്ങൾ ഇവര് ഈ ഭാഗത്ത് അടിച്ച് ഇറ്റലിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ അന്ന് ബഫലോന്റെ കാര്യം പറഞ്ഞു. അപ്പോ അവരുടെ മെയിൻ സാധനമാണല്ലോ പിസ്സ എന്ന് പറയുന്നത്. അതുപോലെ ഇതും ഇവിടുന്ന് പൊക്കി കൊണ്ടുപോയത്, ഇവിടുന്ന് കൊണ്ടുപോയത് തന്നെയാണ്. അവർക്കും ഇവിടെ തന്നെ കിട്ടിയത്. ആദ്യത്തെ പോർച്ചുഗീസ് അല്ലെങ്കിൽ ഡച്ച് ട്രാവലേഴ്സ് ഒക്കെ കൊണ്ടുപോയതിനു ശേഷം ജിയോവാനി എന്ന് പറയുന്ന ഒരാള് ഇറ്റലിയിലൊക്കെ ഇത് പോപ്പുലറൈസ് ചെയ്യുന്നത്. അതിന്റെ തൊട്ടു ശേഷമാണ്, ഇതിന്റെ ഒരു ഹരം പിടിച്ചതിന് ശേഷമാണ്, അന്നാണ് ബ്രിട്ടീഷ് കോളനൈസേഷൻ വളരെ തകൃതിയിൽ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. കോമൺവെൽത്തിന്റെ ഒക്കെ ഉത്ഭവം നടക്കുന്ന സമയങ്ങളിൽ 17th or 18th century, closer to the 19th century പീരിയഡിലൊക്കെയാണ് ഈ ബ്രിട്ടീഷേഴ്സ് ഇതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ അവര് പുറപ്പെട്ടു. ചായയെ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ, ടീ പ്രൊഡക്ഷനെ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ അവര് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത്.